കേന്ദ്ര ഏജൻസികൾ വഴി പേടിപ്പിച്ച് 2014 ശേഷം BJP-യിൽ ചേർന്നത് 25 പ്രമുഖ പ്രതിപക്ഷ നേതാക്കളാണ്. ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014 ശേഷം അഴിമതി ആരോപണ കേസിൽ കേന്ദ്ര ഏജൻസികളിൽ നിന്നും അന്വേഷണം നേരിട്ട 25 പ്രതിപക്ഷ നേതാക്കൾ BJP-യിൽ ചേർന്നെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരുന്നത്. 10 കോൺഗ്രസ് നേതാക്കൾ, 4 NCP നേതാക്കൾ, 4 ശിവസേന നേതാക്കൾ, 3 തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ, 2 TDP നേതാക്കൾ, 1 SP നേതാവും YSRCP നേതാവുമാണ് BJP-യിൽ ചേർന്നത്. ഇതിൽ 23 നേതാക്കളുടെ കേസ് ഒഴിവാക്കിയെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. 25-ൽ 3 കേസ് അവസാനിപ്പിക്കുകയും 20 എണ്ണം സ്തംഭനാവസ്ഥയിലുമാണ്. നേതാക്കളുടെ പാർട്ടി കൂറുമാറ്റത്തിന് ശേഷം അന്വേഷണ ഏജൻസികളുടെ നടപടിയും അവസാനിച്ച മട്ടാണ്. ഈ വർഷം മാത്രം 6 പ്രമുഖ നേതാക്കളാണ് മറ്റു പാർട്ടികളിൽ നിന്നും BJP-യിൽ ചേക്കേറിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ പാർട്ടി മാറ്റമെന്നതും ശ്രദ്ധേയമാണ്. അഴിമതി ആരോപണക്കാരായ രാഷ്ട്രീയക്കാർ പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നാൽ നിയമ നടപടികൾ നേരിടേണ്ട എന്നതുകൊണ്ട് BJP-യുടെ ഈ രീതിയെ വാഷിംഗ് മെഷീൻ എന്നാണ് പ്രതിപക്ഷം വിളിക്കുന്നത്. എന്നാൽ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പാർട്ടി മാറുന്നത് ആദ്യത്തെ കാര്യമല്ലെന്ന് ഉദാഹരണ സഹിതം ഇന്ത്യൻ എക്സ്പ്രസ് ചൂണ്ടിക്കാട്ടുന്നു. 2009-ൽ കോൺഗ്രസ് നയിക്കുന്ന UPA സർക്കാരിന്റെ കാലത്ത് BSP-യിൽ നിന്ന് മായാവതിയും SP-യിൽ നിന്ന് മുലായം സിംഗും UPA-യിലേക്ക് ചേർന്നതോടെ ഇവർക്കെതിരെയുള്ള അഴിമതി കേസിന്റെ ഗതി തന്നെ CBI മാറ്റിയിട്ടുണ്ട്. 2022-23 വർഷങ്ങളിലുണ്ടായ രാഷ്ട്രീയ ഗതിവിഗതികളിലൂടെ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ഭൂരിഭാഗവും മഹാരാഷ്ട്രയിലാണ് സംഭവിച്ചത്. 2022-ൽ ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെ വിഭാഗം പിരിയുകയും BJP-യോടൊപ്പം ചേർന്ന പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഒരു വർഷത്തിനു ശേഷം NCP-യിൽ നിന്നും അജിത് പവാർ പക്ഷം വേർപിരിഞ്ഞ് ഭരണപക്ഷത്തുള്ള NDA സഖ്യത്തോടൊപ്പവും ചേർന്നു. തുടർന്ന് അജിത് പവാറിന്റെയും പ്രഫുൽ പട്ടേലിന്റെയും കേസുകൾ അവസാനിപ്പിച്ചു. BJP-യിൽ ചേർന്ന 25 നേതാക്കളിൽ 12 പേരും മഹാരാഷ്ട്രക്കാരാണ്. അതിൽ 11 പേർ 2022-ലും ഒരാൾ അതിനുശേഷവുമാണ് BJP-യിൽ ചേർന്നത്. NCP, ശിവസേന, കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ നിന്നും 4 പേർ വീതമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് BJP-യിലേക്ക് പോയത്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള ചില കേസുകൾ പേരിന് വേണ്ടി നടത്തിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് 2020-ൽ TMC-യിൽ നിന്നും BJP-യിലേക്ക് ചേക്കേറിയ പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കെതിരെയുള്ള നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ കേസിൽ വിചാരണ ചെയ്യാൻ 2019 മുതൽ CBI ലോക്സഭാ സ്പീക്കറുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാന്റെയും കേസുകൾ മന്ദഗതിയിലാണ്. ശാരദ ചിട്ടി ഫണ്ട് കേസിൽ 2014-ലാണ് ഹിന്ദവ ബിശ്വ ശർമ്മ CBI റെയ്ഡും അന്വേഷണവും നേരിട്ടത്. എന്നാൽ 2015-ൽ ഇദ്ദേഹം BJP ചേർന്നതിനു ശേഷം കേസ് മുന്നോട്ട് പോയില്ല. ആദർശ് ചൗഹാൻ കേസിൽ CBI-യുടെയും ED-യുടെയും നടപടികളിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ നിലനിൽക്കെയാണ് ചവാർ BJP-യിൽ ചേർന്നത്. സമാന രീതിയിൽ കോൺഗ്രസ് മുൻ MP ജ്യോതി മിർദ, TDP മുൻ MP YS ചൗധരിയും BJP-യിൽ ചേർന്നതിനു ശേഷം ED-യുടെ ഭാഗത്തു നിന്ന് തെളിവ് കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ CBI തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് CBI ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തെളിവ് കണ്ടെത്തിയതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ചില കേസുകളിൽ പല കാരണങ്ങളാൽ നടപടികൾ വൈകും എന്നാണ് CBI ഉദ്യോഗസ്ഥൻ പറയുന്നത്. മറ്റ് ഏജൻസികൾ കേസുകൾ അവസാനിപ്പിച്ചാൽ മുന്നോട്ടുള്ള ED നടപടികളും ബുദ്ധിമുട്ടിലാകുമെന്നാണ് ED ഉദ്യോഗസ്ഥന്റെ മറുപടി. എന്നിട്ടും പല കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിന്റെ ഇടയിൽ ആവശ്യം വന്നാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.